ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നൊരു നല്ലൊരു പിസ്സ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഈ പിസ്സ ഉണ്ടാക്കിയെടുക്കാൻ ചീസോ ഓവനോ ഈസ്റ്റോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഈ പിസ്സ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പിസ്സ ഉണ്ടാക്കിയെടുക്കുന്നതിനായി ആദ്യം നമുക്ക് അതിനുള്ള ഡോ റെഡിയാക്കാം. അതിനായി 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്, 1/4 കപ്പ് യോഗേർട്ട്, 2 ടീസ്പൂൺ ഓയിൽ. ഇത്രയും നന്നായി മിക്സാക്കി എടുക്കാം. നമ്മൾ കുഴക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ റാപ്പ് ചെയ്തോ അല്ലെങ്കിൽ തുണി കൊണ്ട് കവർ ചെയ്തോ കുറഞ്ഞതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ പിസ്സയ്ക്ക് ചിക്കൻ ഫ്രൈ ചെയ്താണ് ചേർക്കുന്നത്. ചിക്കനൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് യോഗേർട്ട്, ഇത്രയും നന്നായി മിക്സാക്കി എടുത്ത് പരക്കി വെക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ തയ്യാറാക്കുന്നത് പിസ്സ സോസാണ്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 തക്കാളി, 1 സവാള, 1/2 കഷ്ണം ക്യാപ്സിക്കം, 3 അല്ലി വെളുത്തുള്ളി, ഇത്രയും നന്നായി കഴുകി 1/2 കപ്പ് വെള്ളം ചേർത്ത് 2 വിസിൽ വരെ കുക്കറിൽ വേവിച്ചെടുക്കാം. വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റാക്കി എടുക്കാം. പേസ്റ്റ് ആക്കുന്നതിന് മുമ്പ് തക്കാളിയുടെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യണം. ഇനി ഒരു പാൻ എടുത്ത് ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കാം. ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചെടുത്തതും കൂടി ചേർക്കാം. ഇനി നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി എടുത്ത കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കാം. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായി മിക്സ് ആക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഈ ഒരു പിസ്സയ്ക്ക് ചേർക്കുന്നത് ചീസല്ല, വൈറ്റ് സോസാണ്. അപ്പോൾ ഈ വൈറ്റ് സോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബട്ടർ ഒന്ന് മെൽട്ടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. നന്നായി മൈദയും ഈ ബട്ടറും നന്നായി മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. ഈ പാല് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒറ്റയടിക്ക് ചേർക്കണം, ഘട്ടം ഘട്ടമായി ചേർക്കാൻ പാടില്ല. ഇനി ഇത് നന്നായി മിക്സാക്കി എടുക്കാം. വൈറ്റ് സോസ് റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കൂടി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഡോ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി കുഴച്ച് ഇതിലേക്ക് കുറച്ച് മൈദ തൂവി കുറച്ച് നല്ല തിക്കായിട്ട് പരത്തിയെടുക്കാം. നമ്മൾ പിസ്സ റെഡിയാക്കി എടുക്കുന്നത് പാനിലാണ്. പാന് ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചല്ല ബേക്ക് ചെയ്യുന്നത്. ഒരു പഴയ പാന് ഫ്ലെയിമിൽ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു പാന് വെച്ചിട്ടാണ് നമ്മൾ പിസ്സ ബേക്ക് ചെയ്തെടുക്കുന്നത്. പാന് ജസ്റ്റ് ചൂടാകുമ്പോൾ നമ്മൾ പരത്തി വെച്ച ഡോ ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് പൊങ്ങി വരും. പൊങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഫോർക്ക് വെച്ച് ജസ്റ്റ് എല്ലായിടത്തും കുത്തി കൊടുക്കാം.
2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പിസ്സ സോസ് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിസ്സ സോസിന് പകരം നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉപയോഗിക്കുന്നെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷേ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ആവുന്നത് ഈ പിസ്സ സോസാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓണിയൻ സ്ലൈസ് ആക്കിയത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ചേർക്കാം. പിന്നെ ബ്ലാക്ക് ഒലീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം. ഞാനിവിടെ ഒലീവ്സ് ഒന്നും ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ചേർക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കൊറിയാൻഡറിൻ്റെ ലീവ്സ് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ഒരു ഫ്ലേവർ. അപ്പോൾ അതും കൂടി കുറച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വൈറ്റ് സോസൊക്കെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്നും കൂടി ഞാൻ ചിക്കനൊക്കെ ഒന്നും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെയും ഞാൻ കുറച്ച് വൈറ്റ് സോസ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോ ഒക്കെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്. ഇതിൻ്റെ മുകളിലിടുന്ന എല്ലാ ഫില്ലിങ്സും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇടാം. ഇനി പിസ്സയുടെ എഡ്ജൊക്കെ ജസ്റ്റ് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്യണം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ലിഡ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ പിസ്സ ബേക്ക് ആയിട്ടുണ്ട്. ഇനി ലിഡൊന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ കാണുന്ന വൈറ്റ് സോസ് ഫുള്ളൊന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടി നമുക്ക് വേറൊരു മൂടി കൊടുക്കാം ഈ പാനിലേക്ക്. എന്നിട്ട് നമ്മൾ നേരത്തെ പാനിൻ്റെ അടിയിൽ വെച്ച ഈ ഒരു ചൂടുള്ള പഴയ പാന് ഇതിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ ഈ വൈറ്റ് സോസൊക്കെ ഫുള്ളായി സ്പ്രെഡായി കിട്ടും. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ പിസ്സയുടെ വൈറ്റ് സോസൊക്കെ ഫുള്ള് സ്പ്രെഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ഇനി ചീസൊന്നും ഇല്ലെന്ന് വെച്ചാൽ ആരും ട്രൈ ചെയ്യാതെ നിൽക്കണ്ട. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. നിങ്ങളിതൊക്കെ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. ഇൻഷാല്ലാ ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.